ഹലോ ഫ്രണ്ട്സ്, ടാറ്റ ഹരിയർ തള്ളുവണ്ടി ബ്ലോഗിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റുമായി ഷിറാസ് കുമാർ കണ്ണൂർ. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എന്നെ യൂട്യൂബറാക്കിയ ടാറ്റ മോട്ടോഴ്സിനും ഹെവിയർ ഡ്രീംസിനും അകമഴിഞ്ഞ സ്നേഹം മാത്രം. വെൽക്കം ടു തള്ളുവണ്ടി ബ്ലോഗ്സ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിൻ്റെ 4 ഡോറും തുരുമ്പ് കയറി മാറ്റിയ കാര്യം. ഇപ്പോൾ ഇതിൻ്റെ ചേസും കൂടി തുരുമ്പ് കയറിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ഇത് 3ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഇതിൻ്റെ ചേസും കൂടി തുരുമ്പ് കയറിയിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ചേസ് നമുക്കൊന്ന് റീച്ച് ചെയ്യണം, ഇതിൻ്റെ ക്വാളിറ്റി റീച്ച് ചെയ്യണം. പക്ഷേ അവർ പറഞ്ഞത് ഈ ടാറ്റ സർവീസ് സെൻറ്റർ KVR ഡ്രീംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ചേസിന് യാതൊരു പ്രോബ്ലംസും ഇല്ല എന്ന് പറഞ്ഞാണ്. അതിനുശേഷം ഇത് 3ാമത്തെ വർഷമാണ് ചേസും തുരുമ്പ് കയറിയിരിക്കുന്നു. ഈ കാണുന്ന റസ്റ്റ് ഭാഗം ഡോറിൻ്റെ ഭാഗമാണ്. ഇത് 2 വർഷം മുമ്പ് മാറ്റിയ പുതിയ ഡോറ് വീണ്ടും തുരുമ്പിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. കൺഗ്രാറ്റുലേഷൻ ടാറ്റ മോട്ടോഴ്സ്. അടുത്തത് ചേസും കൂടി തുരുമ്പ് കയറിയിരിക്കുന്നു. ഇത് നമുക്കെല്ലാം കൂടി വല്ല ആക്രിക്കാർക്കും തൂക്കി വിൽക്കാം. 6 ദിവസം മുമ്പ് ഞാൻ ഇതിനെ സംബന്ധിച്ച് ക്ലിയർ ഫോട്ടോസ് വിത്ത് ഇമെയിൽ ഞാൻ അവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിനും അതിൻ്റെ സർവീസ് സെൻറ്റർ KVR ഡ്രീംസിനും. ഇപ്പോൾ 6 ദിവസം കഴിഞ്ഞു. ഇതിന് യാതൊരു റീപ്ലൈയും അവർ അയച്ചിട്ടില്ല. ഇതാണ് അവരുടെ ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി. ഇതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. ഇനി നമുക്ക് ടാറ്റ ഏരിയ മാനേജറുമായി സംസാരിച്ചു വന്ന ഷിറാസ് കുമാർ സാർ, ഗുഡ് ഈവനിങ് സാർ. രമേഷ് സാർ, എൻ്റെ പേര് രമേഷ് ഉണ്ണികൃഷ്ണൻ. ടാറ്റ മോട്ടോഴ്സിൽ നിന്നാണ് സാർ വിളിക്കുന്നത്, ഏരിയ മാനേജർ ടാറ്റ മോട്ടോഴ്സ്. സാറ് സംസാരിക്കാമല്ലോ? നോ പ്രോബ്ലം. സാർ, എൻ്റെ കൂടെ കോൺഫറൻസ് കോളിൽ GM ഓഫ് കണ്ണൂറും ഉണ്ട്, കണ്ണൂർ KVR. ഓക്കെ, ഫോട്ടോ. நீங்கள் பேசிக்கொண்டிருக்கும் സാർ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ലീഗൽ നോട്ടീസ് നമ്മുടെ ഹെഡ് ഓഫീസ് പോയിട്ടുണ്ടായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് അത് ഫോർവേഡ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ സാർ അതിൽ ഈ ക്ലച്ചിന്റെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2-3 പ്രാവശ്യം ആയിട്ടുണ്ട് ഈ ഇഷ്യൂ. അതിനുശേഷം വെഹിക്കിളിന്റെ റീഫണ്ട് ചോദിച്ചിട്ട് സാർ 2-3 പ്രാവശ്യമല്ല, അതിലും കൂടുതലായി 5-6 തവണയായി തോന്നുന്നു എന്റെ ഓർമ്മയിൽ വെച്ചിട്ട്. ഇപ്പൊ ലാസ്റ്റ് 2-3 വീക്സ് അഗോ ആണ് സംഭവിച്ചത്. അതും കഴിഞ്ഞ തവണ ഇനി ആയിട്ടുണ്ട്. ഇനി ഇതേ പ്രശ്നം ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി വേണ്ടെന്ന് ഞാൻ അവിടുത്തെ അപ്പോഴുള്ള പ്രവീണോ ഇവരുടെ പേര്, അവരുമായിട്ട് ഞാൻ കൺഫർമേഷൻ ചെയ്തിട്ടാണ് ആ വണ്ടി എടുത്തിട്ടുള്ളത്. എനിക്ക് ഇത് വണ്ടി വേണ്ടാന്ന് പറഞ്ഞു. ഇത് റെഡിയാക്കി നമ്മൾ ക്ലച്ച് പ്ലേറ്റ് മാറ്റി എല്ലാം മാറ്റി ഇനി ഇതങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്റെ ഫാമിലി ഇസ് എ ബിഗ് ട്രബിൾ. ലാസ്റ്റ് ടൈം ഒരു ചെറിയൊരു ഹില്ല് കയറുന്ന സമയത്താണ് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വണ്ടി താഴത്തേക്ക് മറിഞ്ഞ് എല്ലാവരും മരിക്കുകയായിരുന്നു. അത്രയും റിസ്ക് ആണ് ലാസ്റ്റ് സമയം ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അതും താഴെ പോവാന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. ഓക്കെ സാർ, കറക്റ്റ് സാർ. 28/9/2022 ക്ലച്ച് റിപ്പോർട്ട് ചെയ്തപ്പോ ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് അതിന്റെ എൻടയർ സിസ്റ്റം അതിന്റെ മോഡിഫൈഡ് എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടി. അത് മാത്രമല്ല ഡോർ വരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. 4 ഡോർ അറിയാം, 4 ഡോർ റസ്റ്റിംഗ് ഇതിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നോക്കിയായിരുന്നു സാർ. ഇപ്പൊ നോർമലി നമ്മുടെ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് 420 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉള്ള വണ്ടിയും ഡ്യുവൽ മാസ് ഫ്ലൈ വീൽ ഫിക്സ് ചെയ്ത ഒരു വണ്ടിയായത്. വണ്ടിയുടെ ടോർക്ക് വളരെ കൂടുതലാണ്. അപ്പൊ അതിനുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ക്ലച്ച് ചൂടാവുമ്പോഴേ ഈ മോസ്റ്റ്ലി നോക്കുമ്പോൾ സാർ ഈ ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ഈ ക്ലച്ച് താഴോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടെ. അതിനു വേണ്ടിയാ ക്ലസ്റ്ററിൽ തന്നെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഗിയറിലോട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് ആക്ച്വലി ഒരു സേഫ്റ്റി റിലേറ്റഡ് ആസ്പെക്ട് ആയത്. അത് നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ അങ്ങനെ നമ്മൾ ലോ സ്പീഡിൽ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ദർ ആർ വെരി മെനി പോസിബിലിറ്റീസ് ഇത് ഓവർ ഹീറ്റ് ആവും. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഗിയറിലോട്ട് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലസ്റ്ററിൽ തന്നെ അത് കാണിക്കും. സേഫ്റ്റി കസ്റ്റമർ കാണിക്കുക അങ്ങനെ. സോ അത് ഒരു സേഫ്റ്റി റിലേറ്റഡ് ആസ്പെക്ട് ആയിട്ടാണ്
നമ്മളത് കൊടുത്തിരിക്കുന്നത് കസ്റ്റമറിന്. ഓക്കെ. അപ്പൊ ഈ കേസസിൽ ഈ വണ്ടിയിൽ പ്രത്യേകിച്ച് വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ ഓവർ ഇട്ട് സപ്പോസ് ഒരു സ്ലോപ്പ് ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോവുക അങ്ങനെ എന്നുള്ള ഒരു സ്ഥിതിക്ക് ഇത് വന്ന് ഡെഫിനറ്റ് ആയിട്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലസ്റ്ററിൽ ഇൻഡിക്കേഷൻ വരും, ഫസ്റ്റ് ഗിയറിലോട്ട് മാറുക എന്നുള്ള ഇൻഡിക്കേഷൻ വരും. അപ്പൊ അങ്ങനെ വന്ന് ഇതിലുള്ള ഒരു ആസ്പെക്ട് ആയത് ഇത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവും എന്നുള്ളത് ഒരു ആസ്പെക്ട്സ് ഉള്ളതായത് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന സംഭവമാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ക്ലച്ചും മാറിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ക്ലച്ച് ഇത്തിരി ചൂടാകുമ്പോൾ തന്നെ അകത്തേക്ക് വലിഞ്ഞു പോകും, ഈ വണ്ടിക്ക് ബ്രേക്ക് ഡൗൺ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ ഓഡിയോ ക്ലിപ്പ്. ഇത് ഒരു നോർമൽ ഗിയർ ഇൻഡിക്കേഷനാണ് ഈ വണ്ടിയിൽ കാണിക്കുന്നത്. അത് നോർമൽ ഗിയർ ഇൻഡിക്കേഷനാണ്. ഇത് ഒരു കാരണം പറഞ്ഞിട്ട് അവർ ഇതിൽ നിന്ന് കൈയൊഴിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. 7 തവണ എടുക്കുന്ന സമയത്ത് തന്നെ ബ്രേക്ക് ഡൗൺ ആവോ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? സാർ അതിന് നമ്മള് അതിലുള്ള ക്ലച്ച് സിസ്റ്റം എൻറ്റയർ തിങ് മോഡിഫൈഡ് മാറ്റിക്കഴിഞ്ഞു. അതിലൊന്നും ഫർദർ ആക്ഷൻസ് ഇനി അതിലൊന്നും ഇല്ല. ആക്ച്വലി സാർ മാറ്റി കഴിഞ്ഞിട്ട് ഒരുപാട് കിലോമീറ്റേഴ്സും ഓടിയിട്ടില്ല. ഉറപ്പായിട്ട് വന്ന് അത് ന്യൂ ലേറ്റസ്റ്റ് ആയിരുന്നു, അന്ന് മോഡിഫൈഡ് ആയിരുന്നു സാറിന് ഇട്ട്. അതിനുശേഷം ഒന്നും അതിൽ വന്നിട്ടില്ല മോഡിഫിക്കേഷൻസ്. സോ അതിൽ വന്ന് ഇഷ്യൂസ് വന്ന് ഡെഫിനറ്റ് ആയിട്ട് വന്ന് വരാൻ ചാൻസ് ഇല്ല. എന്നാലും സാർ പറയുന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു 1 more ചെക്കപ്പ് വേണം ചെയ്യാൻ ഞങ്ങള് വണ്ടി. എനിക്ക് പറയാനുള്ളത് ഈ ചെക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി, കുറെ തവണകളായി ചെക്കപ്പ് ചെയ്യാൻ നിങ്ങളെ KVR ഡ്രീംസ് ചെക്കപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പൊ ലീഗൽ നോട്ടീസ് അയച്ചത്. ഇനി ഇതിന്റെ മുകളിൽ എനിക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ആക്ഷൻസ് ഉറപ്പായിട്ട് നമ്മൾ എടുക്കും. ടാറ്റ മോട്ടോഴ്സ് ഒരു കാര്യം ചെയ്യണം. ടാറ്റ ഹാരിയർ എടുക്കുന്ന എല്ലാ കസ്റ്റമറോടും ഈ ടെക്നിക്കൽ കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞേക്കാം. അങ്ങനെയെങ്കിലും കസ്റ്റമർ മനസ്സിലാക്കും. The vehicle and go, no problem. You can check whatever it is, but you have to give the letter. No, right, sir. First, Okay. വണ്ടി No. sir. No. You have to take the. See, നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം വെയിറ്റ് ചെയ്തു. നിങ്ങൾ ഇത്രയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസ് തരാൻ ഞാൻ തയ്യാറാണ്. ബട്ട് യു ഹാവ് ടു ഗിവ് മീ ദ ലെറ്റർ ഫസ്റ്റ്. ഇതിൽ ഇനി ഈ പ്രോബ്ലംസ് വരികയാണെങ്കിൽ യു ഹാവ് ടു ഡു the new or otherwise return the money. That എഴുതി തരികയാണെങ്കിൽ you have to take the vehicle. Otherwise no, I will not give. Okay? No, sir, actually അല്ല, എന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാരണം എന്റെ ലൈഫിൽ I struggle this much. Okay? അത്രയും സ്ട്രഗിൾ ഞാൻ ഈ വണ്ടി കൊണ്ട് ചെയ്തിട്ടുണ്ട്. സി, ഞങ്ങളൊരു വണ്ടി വാങ്ങിയത് നല്ല രീതിയിൽ മൂവ് ചെയ്യാനും ജീവിതം ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ്, അല്ലാണ്ട് ലൈഫ് സ്ട്രഗിൾ ചെയ്യാനല്ല. ഇത് ഈ വണ്ടി കൊണ്ട് എന്റെ ലൈഫ് ടൈമിൽ സ്ട്രഗിൾ ഞാൻ വിചാരിക്കാത്തതിനും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത്ര തവണ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും. ഡോർ 4 നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയും ഒരു ചീറ്റിംഗ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഭാഗത്ത് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പൊ ഇത്രയും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഇതേ വഴിയിലാണ് പോകണമെങ്കിൽ ഈ വണ്ടി എടുക്കണമെന്ന് താല്പര്യമാണെങ്കിൽ എടുത്തോളൂ, നോ പ്രോബ്ലം. ബട്ട് യു ഹാവ് ടു റൈറ്റ് ദീസ് തിങ്സ്. ഓക്കെ, then give me the letter. That's it. Then you take. Correct, sir. But what happens now, sir? What is going to happen in future? We will not be able to give you a letter like that, sir. അത് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. No. See, sir, end of the day, it is an automobile, it is a machine. So what is, but we always attend it. നമ്മൾ വന്ന് ഒരു one minute. ഞാനേ ഒരു പുതിയൊരെണ്ണം പൈസ കൊടുത്ത് one minute sir. Above 15 lakhs above ഞാൻ പൈസ നിങ്ങൾക്ക് തന്നിട്ടാണ് ഒരു സാധനം എടുക്കുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് ആഫ്റ്റർ 8 months I face. ഓക്കെ, ഞാൻ 8 മാസത്തിന് ശേഷം ഫേസ് ചെയ്യാൻ തുടങ്ങുന്ന സ്ട്രഗിൾ ആണ്. ഇത്രയും ഇത് ഈ 3 വർഷം കഴിഞ്ഞിട്ട് വന്ന പ്രശ്നമല്ല ഇത്. ഓക്കെ, 8 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. 1 year കഴിഞ്ഞപ്പോൾ നിങ്ങളെ 4 ഡോറും ചേഞ്ച് ആക്കി തന്നു. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങൾ എന്നിട്ടും ഞാൻ സൈലന്റ് ആയത്. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി ഹെഡ് ഏക്ക്. ഓക്കെ, ശരിയാവും. ഇതുവരെ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചത്. ഓക്കെ, ഇനിയും ഇതിന്റെ ഇതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് സാറിനെ. ഇത് വിളിച്ചത് കൊണ്ടോ കാര്യങ്ങളുണ്ടോ ഇതിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. സൊല്യൂഷൻ ഇല്ലാണ്ടല്ലേ നിങ്ങൾ സംസാരിക്കണേ. ഇഫ് ദർ ഈസ് എനി സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വീണ്ടും ഇൻസ്പെക്ഷൻ ചെയ്യാ. നോ, യു ആർ സേയിങ് അഗെയിൻ ഇൻസ്പെക്ഷൻ അഗെയിൻ. ഇതന്നെയാണ് ഈ 3 years ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും 3 months കൂടുമ്പോൾ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്പെക്ഷൻ തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ചെയ്യാന്ന് പറയുന്നത്, സി, ഐ എം നോട്ട് സ്റ്റുപ്പിഡ്. ഓക്കെ, അത് നിങ്ങൾ വീണ്ടും നാളെയും മറ്റന്നാളും
അടുത്ത മാസം ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ വീണ്ടും നിങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യുക. ദാറ്റ് സെയിം വേ യു ആർ ടോക്കിംഗ്. നിങ്ങളെ പഴയ ആൾക്കാർ, നിങ്ങളെ KVRലെ പഴയ ആൾക്കാർ, അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറഞ്ഞ മാതിരി തന്നെയാണ് നിങ്ങൾ സംസാരിക്കണേ. ഐ നീഡ് ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഇല്ലാത്ത ആൾക്കാരോട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ഹാവ് സൊല്യൂഷൻ, ഓക്കെ, ഐ വിൽ ടോക്ക്. നിങ്ങൾ അങ്ങനെ എഴുതി തരൂ, ഞാൻ നിങ്ങൾക്ക് വണ്ടി തരാം, ടെസ്റ്റ് ചെയ്യൂ, നോ പ്രോബ്ലം. യു ടേക്ക് യുവർ ഓൺ ടൈം ഫോർ ഇൻസ്പെക്ഷൻ, നോട്ട് എ പ്രോബ്ലം. ബട്ട് വെറുതെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വീണ്ടും ഒരു പ്രഹസനത്തിന്റെ ഡ്രാമക്കാണ് ചെയ്യുന്നെങ്കിൽ നോ, ഡോണ്ട് ടേക്ക്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. റൈറ്റ് സർ. ഇനിയിപ്പോൾ മോഡിഫൈഡ് ക്ലച്ചും മാറ്റി ഇനി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ടാറ്റ ഹാരിയർ ടീം ഫൈനലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി ദർ ഈസ് നോ സൊല്യൂഷൻ അറ്റ് ഓൾ. അപ്പോൾ നമുക്ക് ഇനി എന്താ അവരോട് പറയാൻ പറ്റുക? ഇപ്പോൾ നിങ്ങൾക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടെക്നിക്ക് പിടികിട്ടി. ഞാൻ പോളിടെക്നിക് ഒന്നും പഠിച്ചില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് എനിക്കത്ര നിശ്ചയമില്ല. പക്ഷേ ഇവർക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഒന്നു മാത്രം, ഇപ്പോൾ ശരിയാക്കി തരാം. തള്ളുവണ്ടിയുടെ നെക്സ്റ്റ് അപ്ഡേറ്റിനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.